മോർണിംഗ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ് എവരിവൺ. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഹോളി ഫാമിലി LP സ്കൂൾ സൗത്ത് പറവൂരിന്റെ കോൺവൊക്കേഷന്റെ ഭാഗമാകാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മളെല്ലാവരും വിശ്വസിക്കുക, there is magic and miracle in the universe. നമ്മൾ ആസ്ക് റിസീവ്, ആസ്ക് ബിലീവ് ആൻഡ് റിസീവ്. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് അത് നമുക്ക് ലഭിക്കും. അപ്പോൾ ആ ഒരു സുദിനം ഇന്നെത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ UKGയുടെ കോൺവൊക്കേഷൻ ഇനി തുടർന്നുള്ള എല്ലാവിധ ആ പഠനയാത്രയിൽ നിങ്ങൾക്ക് എല്ലാ നന്മകളും ഞാൻ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് ജെൻ ആൽഫയാണ്. ജെൻ ആൽഫ എന്ന് പറയുന്നത് താഴെയുള്ള കുട്ടികളാണ്. ജെൻ സി എന്ന് പറയുമ്പോൾ 13-ന്റെയും 28-ന്റെയും വയസ്സ്, ആ ഒരു ഇടയിലുള്ള വിഭാഗത്തിലുള്ള. അപ്പോൾ ജെൻ ആൽഫയാണ് എൻ്റെ മുന്നിലുള്ളത്. നമുക്കറിയാം, ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ നമുക്ക് പല രീതിയിലുള്ള ഇൻഫർമേഷൻ, അറിവുകളൊക്കെ ലഭിക്കുന്നു. പക്ഷെ അറിവുകളെക്കാട്ടിൽ കൂടുതൽ തിരിച്ചറിവിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതായത് ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് നന്മ, ഏതാണ് തിന്മ, എന്താ ഗുണം ചെയ്യുന്നത്, എന്താണ് ദോഷം ചെയ്യുന്നത്. അപ്പൊ തിരിച്ചറിവ്, വിസ്ഡം, ഡിസേൺമെന്റ്, ഇതാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഒന്ന്. പിന്നെ രണ്ടാമത്, നമുക്ക് പരാജയങ്ങൾ, തോൽവിയെ എടുക്കാൻ പറ്റും. തോൽവികൾ വരും, പരാജയങ്ങൾ വരും, തെറ്റുകൾ സംഭവിക്കും, മിസ്റ്റേക്സ് വരും. പക്ഷെ ഈ പരാജയങ്ങൾ അതിജീവിക്കുന്നവർ തന്നെയാണ് ലോകത്ത് ജയിക്കുന്നവരും ആദരിക്കപ്പെടുന്നവരും. പിന്നെ എനിക്ക് ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, കോമ്പറ്റീഷൻ എന്ന വാക്കാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. കോമ്പറ്റീഷൻ, മത്സരം. കോമ്പറ്റീഷനെക്കാട്ടിലും കോപ്പറേഷൻ, സഹകരണ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്നാണ്, കൂട്ടായ്മയാണ് വിജയിക്കുന്നത്. ഏതൊരു വ്യക്തിക്കും ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മത്സര ബുദ്ധിയോടുകൂടി ചിന്തിക്കാതെ സഹകരണത്തോടുകൂടി ജീവിക്കുകയും ചിന്തിക്കുകയും മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കാനും സാധിക്കും. ഈശ്വര വിശ്വാസം, ദൈവത്തിലോട്ടുള്ള വിശ്വാസമാണ് നമ്മളെ നയിക്കുന്നത്. ആത്മീയമായിട്ടുള്ള വേദികൾ, പ്രത്യേകിച്ച് ഈ നൊയമ്പിന്റെ കാലഘട്ടത്തിൽ, നമ്മളെല്ലാവരും നൊയമ്പിന്റെ 5ാം വീക്കായി, 5ാമത്തെ വീക്ക്. അപ്പോൾ ഇനി ഈ നൊയമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മുടെ ചിന്തകൾ ദൈവത്തിലോട്ട് നോക്കിക്കൊണ്ടായിരിക്കും. തീർച്ചയായും നമുക്ക് ഇമ്പോസിബിൾ ആയിട്ടുള്ള, അസാധ്യമായിട്ടുള്ള കാര്യങ്ങളെ സാധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾക്ക് നല്ല റൂട്ട്സ്, ആത്മീയതയിൽ നിങ്ങൾക്ക് റൂട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചെറുകുകൾ വിടർത്തി നിങ്ങൾക്ക് ഉയരത്തിലെത്താൻ സാധിക്കും. അപ്പൊ ഞാനിത് വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ HMനോട് പറയായിരുന്നു, എന്റെ തന്നെ കുടുംബത്തിൽ ഉണ്ടായ ദൈവത്തിന്റെ ഒരു സൗഖ്യം, ഒരു ഇടപെടൽ. എന്റെ കസിനാണ് മുണ്ടപ്പേരി താമസിക്കുന്ന ചിനു സൂസൻ ജോൺ. അപ്പോൾ അവർക്ക് കഴിഞ്ഞ വർഷം പാൻക്രിയാറ്റിക് ക്യാൻസർ ആയിട്ട് ഡിറ്റക്ട് ചെയ്തതാണ്. വെല്ലൂർ പോയി ചികിത്സിച്ചു. അപ്പോൾ കീമോ ചെയ്ത് അത് കീമോ തന്നെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല, അത്രയ്ക്കും ശാരീരികമായി തകർന്നുപോയി. എന്നാൽ അവരുടെ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം, യേശുക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പ്രാർത്ഥനയും ബൈബിൾ വായനയും ആരാധനയും വർഷിപ്പും കൊണ്ട് കഴിഞ്ഞ ആഴ്ച വെല്ലൂരിൽ പോയപ്പോൾ പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, തീർച്ചയായിട്ടും അത് അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഇങ്ങനെ ഒരു അസുഖത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ, സൗഖ്യമാക്കപ്പെട്ടവര് വളരെ വിരളമാണ്. ഇത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഇടപെടലും ശക്തിയുമാണ്. അങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ മിറക്കിൾസ്. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിച്ചത്, നിങ്ങൾ കൊച്ചുകുട്ടികളാണ്, നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളുടെ റൂട്ട്സ്, വേരുകൾ ഉറച്ചതാണെങ്കിൽ അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ സാധ്യമാകും. ഈ ലോകത്തിലോട്ട് നോക്കി ലോകത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രമാത്രമേ പ്രതിഫലം ഉണ്ടാവുകയുള്ളൂ. ദൈവത്തോടൊപ്പമുള്ള യാത്രയാണെങ്കിൽ, ഇപ്പോ വലിയൊരു വാക്കുണ്ട്, YOLO, യു ഓൺലി ലീവ് വൺസ്, YOLO ലൈഫ് എന്ന് പറഞ്ഞിട്ട്.
നമ്മൾ ഈ ഭൂമിയിൽ ഒരു തവണ മാത്രമേ ജീവിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഒരു വെറുതെ റാൻഡമായിട്ട് ജനിച്ചവരല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം നിറവേറ്റിക്കൊണ്ട് അർത്ഥപൂർണമായി ദൈവം തന്നിരിക്കുന്ന ചാലഞ്ച് ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നന്ദിയുള്ള ഒരു ഹൃദയത്തോടുകൂടി താഴ്മയോടുകൂടി നമ്മൾ ഫാമിലി, പേരൻസും ടീച്ചേഴ്സും എല്ലാവരുമായിട്ട് സഹകരിച്ച് ഒത്തൊരുമിച്ച് പോവുകയാണെങ്കിൽ എല്ലാ അനുഗ്രഹവും സമാധാനവും നമുക്ക് ലഭിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ഒട്ടും വഴിതെറ്റി പോകാതെ ഏതാണ് ഞാൻ പറഞ്ഞല്ലോ തിരിച്ചറിവ്. കിങ് സോളമൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത് തിരിച്ചറിവാണ്. തിരിച്ചറിവ് ദൈവം കൊടുത്തപ്പോൾ സോളമൻ ശലോമോൻ രാജാവ് ചോദിക്കാത്ത സമ്പത്തും അറിവും കീർത്തിയും ദീർഘായുസ്സും എല്ലാം ലഭിച്ചു. അപ്പൊ നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ഗതി, നമ്മുടെ ജീവിതത്തിന്റെ യാത്ര. നമുക്കറിയാം ഇന്നത്തെ തലമുറയിൽ ഒരുപാട് ആത്മഹത്യയും ഡിപ്രഷനും ഏകാന്തതയും ഭിന്നത, കലഹം, ശത്രുത, കുടുംബത്തിൽ സമാധാനമില്ലായ്മ, ഒരു സമാധാനവും ഇല്ലാതെ ആൾക്കാർ അനങ്ങ് തിരിഞ്ഞ് വീട്ടിനകത്ത് തന്നെ എല്ലാവരും ഒരു കുരുത്തുകളായിട്ട് എല്ലാവരും ഒരു ഫോണിൽ പിടിച്ച് യാതൊരു രീതിയിലുള്ള സ്നേഹവും ബന്ധമോ വിട്ടുവീഴ്ചയോ ഒന്നുമില്ലാതെ കഠിനമായിട്ടുള്ള മനസ്സുമായിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നൊക്കെ നമുക്കൊരു ഉണർവ് വേണമെങ്കിൽ ദൈവത്തോട് നോക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗഖ്യവും ലഭിക്കും തരും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഈ ഏതൊരു വിദ്യാലയം അറിയപ്പെടുന്നത് വിദ്യാർത്ഥികളിലൂടെയാണ്. അപ്പോ ഇവിടെ നിന്ന് ഒരുപാട് ഉന്നത ബഹുമതികൾ ലോകം ആദരിക്കുന്ന, ഇപ്പോൾ സയൻസിലാണെങ്കിലും അല്ലെങ്കിൽ എഴുത്തിലാണെങ്കിലും ആർട്സ് ഫീൽഡിലാണെങ്കിലും സ്പോർട്സിലാണെങ്കിലും ഡാൻസിൽ ഏത് മേഖലയിലും ഈ വിദ്യാർത്ഥികൾ ഉയർന്നു വരണം, വീടിനും നാടിനും ഒരു അനുഗ്രഹമാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ നൊയമ്പിന്റെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഫാസ്റ്റിംഗ് വേണ്ടത് നമ്മുടെ നാട്ടിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് വാക്കുകൊണ്ട് മുറിവേറ്റ് കിടക്കുന്നവരാണ് ലോകം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ നാക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കാനും ഉയർത്താനും വളർത്താനും ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുക. മറ്റുള്ളവരെ ഉണർത്തുന്ന, മറ്റുള്ളവരെ ജീവിതത്തിലോട്ട് നയിക്കുന്ന വാക്കുകൾ പറയുക. അപ്പോ മുറിവ് ഉണ്ടാക്കുന്നവരെക്കാൾ മുറിവ് ഉണക്കുന്നവരാകുക, കാല് ഭാരുന്നവരെക്കാൾ കാല് പിടിക്കുന്നവരാകുക. അതുപോലെ തന്നെ സ്വയം ചെറുതാവുക, മറ്റുള്ളവരെ ചെറുതാക്കാതെ എന്നുള്ള ഈ ചിന്തകൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ രീതിയിലും നന്മ വരട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തോൽവി ഏറ്റെടുക്കാൻ പറയണം. നിങ്ങൾ തോൽവി ഏറ്റെടുക്കാനുള്ള മനസ്സ് ഉണ്ടാവണം. കാരണം തോൽവിയാണ്, ഫെയിലിയറാണ് ഏറ്റവും നല്ല ടീച്ചർ. സക്സസിനെ കാട്ടും ഫെയിലിയറിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതുപോലെ തന്നെ കോമ്പറ്റീഷനെക്കാട്ടിലും കോപ്പറേഷനോടുകൂടി നിങ്ങൾ ജീവിക്കുക, കൂട്ടായ്മയിൽ ജീവിക്കാനായിട്ട് പഠിക്കുക, നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടാവുക. അപ്പോ ഇത്രയും ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം വലിയ രീതിയിൽ ഉയർത്തും. അപ്പോ ഈ ഒരു കോൺവെക്കേഷനിലൂടെ നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാകട്ടെ. ബി കൈൻഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്, മോർ ദാൻ ബി സ്മാർട്ട്. അതായത് കരുണയുള്ള, മറ്റുള്ളവരെ സഹായിക്കുന്ന, ആർദ്രതയുള്ള വ്യക്തികളാവുക. അതുപോലെ പേരൻസിനോടാണെങ്കിൽ തന്നെ നമുക്ക് കുട്ടികളോട് ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട് ഇരിക്കുകയും അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുകയും ചെയ്താൽ മതി. കൂടുതൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ട ദിശാബോധം നൽകുക. അതല്ലാതെ എല്ലാം നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് എല്ലാത്തിലും നമ്മൾ ഇടപെട്ടാൽ അവരുടെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ആണ് നഷ്ടപ്പെടുക. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ പേരന്റിങ്ങിനെയും ഒന്നുകൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ലൈറ്റ് ഹൗസ് പേരന്റിംഗ് ആണ്. അതായത് നമ്മൾ തന്നെ ഒരു ലൈറ്റ് ഹൗസ് ആയിട്ട് നിന്ന് അവർക്ക് വെളിച്ചവും അറിവും ഒക്കെ നമ്മൾ തന്നെ ഗാന്ധിജിയെ പോലെ, അതായത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് നമ്മൾ ജീവിച്ച് കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.